Hi dears, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQസുമായിട്ടാണ്. ഓക്കെ, അപ്പം മക്കൾ നമ്പർ ഓഫ് MCQs നമ്മൾ ഈ ഒരു ക്ലാസ്സസിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ഏറ്റവും ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. മറ്റൊന്നുമല്ല, MCQs ക്വസ്റ്റ്യൻസ് ആയിരിക്കും മേ ബി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക. ബാക്കി നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. ബട്ട് MCQസിൽ കൃത്യമായിട്ടുള്ള ആൻസർ അല്ല അവിടെ മാർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല മാർക്ക് കിട്ടൂല, അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റൂല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മേ ബി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് MCQ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസിൽ ഐ തിങ്ക് നമ്മളിപ്പോൾ കുറേ വീഡിയോസിലായിട്ട് കുറേ MCQs നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്പർ ഓഫ് MCQs തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs തന്നെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്യാൻ ബി അമെൻഡഡ് ഈസിലി ഈസ് കോൾഡ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈസിലി അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ പറ്റും. അമെൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഡിലീഷനോ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഈസി ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏത് ഫീച്ചർ കാരണമാണ്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണോ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണോ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദ ഇതിലൊന്നുമല്ലേ എന്നാണ് അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ. യെസ്, അത് അമെൻമെൻറ്റ് ചെയ്യാൻ യോജിക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവുക. അപ്പോൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ് വരുന്നത് മക്കളെ? നമുക്ക് കാണാൻ പറ്റും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും യെസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻഡ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ആണോ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണോ, ബോത്ത് സിംഗിൾ ആൻഡ് ഡുവൽ സിറ്റിസൺഷിപ്പ് ആണോ, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സിറ്റിസൺഷിപ്പ് ആണോ, ഇതിൽ ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ സിറ്റിസൺസിനും ഗ്രാൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും, ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് അല്ലേ. നമുക്കെല്ലാം ഇന്ത്യയിൽ എന്താ ലഭിക്കുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അഗൈൻ ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്ത് ചെയ്യുക നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ പാർലമെന്ററി ഗവൺമെന്റ് ദ റിയൽ പവർ ഈസ് എക്സൈസ്ഡ് ബൈ. ഒരു പാർലമെന്ററി ഗവൺമെന്റിൽ റിയൽ പവർ ആരിലായിരിക്കും വെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ദ പ്രസിഡന്റ് ആണോ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണോ, അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ, ഏതാണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് മക്കളെ? യെസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ഫോർ ഫസ്റ്റ് ടൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതിൽ ഏത് ഡേറ്റിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, 9th August 1942 ആണോ, 15th August 1942 ആണോ, 9th December 1946 ആണോ, അല്ലെങ്കിൽ 26th January 1950 ആണോ, ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും ഓപ്ഷൻ സി ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് 9th December 1946 is the right answer. Okay, ഇനി അവരുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ഭാഗത്തിൽ അഞ്ചാമത്തെ MCQ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗിവൻ ടു ദ സിറ്റിസൺസ് സോ ദാറ്റ് ദേ ഗെറ്റ് ഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണോ, ക്യാൻ ഗെയിൻ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇക്വാലിറ്റി ആണോ, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണോ, ക്യാൻ മൂവ് എനിവേർ ദേ വാണ്ട് ആണോ, ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ സിറ്റിസൺസിന് കിട്ടുന്നത്. അപ്പോൾ ഗെറ്റ് ഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു റൈറ്റ് ആൻസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ നമ്പർ ഓഫ് DPPs നമ്പർ ഓഫ് MCQs നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മുടെ ബാച്ചിൽ പഠിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം യോദ്ധ ബാച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ സൈലം മക്കൾക്ക് വേണ്ടി 8ാം ക്ലാസ്സിലെ CBSE മക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ് യോദ്ധ ബാച്ച്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സീറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാം. അതുപോലെ തന്നെ ഓരോ ഭാഗവും അതത് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇതുപോലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ലൈവുകളും എല്ലാ മക്കളും കൃത്യമായിട്ട് കാണുക. താങ്ക് യു ഓൾ, ബൈ.